ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 30ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ എനിക്കിതൊന്ന് ചെറുതായിട്ട് ഒരു വോയിസ്, ബാക്ക്ഗ്രൗണ്ട് വോയിസ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു വോയിസാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇന്നലെ ബിഗ് ബോസ് സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് ഒരു ഫുഡിൻ്റെ ഇഷ്യൂ ആണ്. കാരണം കിച്ചൺ ടീമിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡിനെ കുറിച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് അത്ര നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നു സീസൺ തുടങ്ങിയതിന് ശേഷം ഫുഡിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആ വീട്ടിനകത്ത് വരുന്നത്. എനിക്ക് ഇപ്പോൾ എന്താ പറയുക, ലക്ഷ്മി വന്നതിന് ശേഷം ലക്ഷ്മി ഇപ്പോൾ കിച്ചൺ ടീമിൽ ക്യാപ്റ്റനാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് സാമ്പാർ രസത്തെ പോലെയുണ്ട് ഇരിക്കുന്നത്, അതേപോലെ ദോശയുടെ വലുപ്പം ചെറുതായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അനുമോളാണെങ്കിൽ പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു ഇതില്ലാത്ത പോലെ കൊടുക്കുന്നത്. എന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തരാം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടായിരിക്കും പിന്നെ ചോദിക്കുക വേണോ, അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്നതിന് ശേഷം അനുമോളും അതേപോലെ തന്നെ ലക്ഷ്മിനി കിച്ചൺ ടീമിൽ നിന്ന് ബാത്റൂം ടീമിലോട്ട് ഇവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വന്നിരുന്നു. ഫുഡ് തികഞ്ഞില്ല, സാമ്പാറിന് ഉപ്പില്ല, കഷ്ണമില്ല, വീക്ക് സ്റ്റാർട്ടിങ് തന്നെ ഇത്രയും പിശുക്കുന്നത് എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് കണ്ടത് ഈ പറഞ്ഞ പോലെ ടാസ്ക്കാണ്, ഇങ്ങനെ ഒരു തൊപ്പിയുടെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അനീഷിൻ്റെ ടീമാണ് ഫസ്റ്റ് ഔട്ടായത്. അനീഷിൻ്റെ പ്രൊട്ടക്ടറായിട്ട് നമ്മൾ കണ്ടത് പ്രവീണും അതേപോലെ അപ്പാനി ശരത്തുമാണ്. എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു എഫേർട്ട് എടുക്കാത്ത പോലെ ഞാൻ തോന്നി. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ അനീഷ് ഇതിലും നന്നായി കളിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പാനി ശരത്തും പ്രവീണും അനീഷിനെ എന്താ പറയുക, നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അനീഷിനെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവസാനം കുറേ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം കാരണം അനീഷ് അങ്ങനെ എന്താ പറയുക ആ ഗെയിമിൽ നിന്ന് ഔട്ട് ആവുക ചെയ്തത്. അനീഷിൻ്റെ 100% പൊട്ടൻഷ്യൽ ആ ഗെയിമിൽ എടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ എന്തായാലും ബാക്കി എല്ലാ ടീമുകാരും നന്നായി ചെയ്തു. അതേപോലെ തന്നെ രേണു സുധി ഇതേപോലെ എന്താ പറയുക, അവർ ഔട്ടായില്ലെങ്കിൽ പോലും അവസാനം അവർക്ക് ബോധം കെടുന്നതും, കാരണം അത്രയും നല്ല ഒരു പ്രഷറൊക്കെ ആയി, അങ്ങനെയൊക്കെ കുറേ കണ്ടു. പിന്നെ ഈ രേണു സുധിയുടെ ഈ ബോധം കെടുന്നതിനെ കുറിച്ചിട്ട് അവസാനം ആര്യനും അപ്പാൻ ശരത്തല്ല, ആര്യനും വേറെ ആരോ ജിഷിനും തോന്നുന്നു, ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് മേ ബി ചിലപ്പോൾ ആര്യൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കുറച്ചും കൂടെ കെയർഫുള്ളായി കളിക്കണം, കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കണം എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ പറഞ്ഞു വന്നത് കുറച്ചും കൂടി ഇതായിപ്പോയി. അത് വേറൊരു റൂട്ടിലോട്ട് പോയി. കാരണം സുധീരുടെ അടുത്തേക്ക് പോകും അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വേറൊരു ടോക്കാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് അപ്പാനിഷത്തും പറയുന്നുണ്ട്, അതേപോലെ തന്നെ അക്ബറും പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ. ചിലപ്പോൾ ആര്യൻ ഉദ്ദേശിച്ച് അങ്ങനെ ആവില്ല, കുറച്ചും കൂടെ സേഫായിട്ടും ഹെൽത്തി ആയിട്ടും കളിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറങ്ങുക അല്ലെങ്കിൽ വേറെ വല്ല ഇഷ്യൂസും വരുന്നതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും അത് വേറെ റൂട്ടിൽ പോയി. പിന്നെ അത് വലിയൊരു ഇഷ്യൂ, ഒരു വിവാദം ആവാണ്ട് അത് അവിടെ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തു. കാരണം അതിനെ ചോദിച്ചിട്ട് രേണു സുധിയും വന്നില്ല മെയിനായിട്ട്. കാരണം അവരവിടെ വയ്യാതിരിക്കുന്നത് കാരണം അവരതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേറൊരു ടോക്ക് ഇഷ്യൂസൊന്നും പിന്നെ ആ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേറെ കണ്ടത് എന്താ പറയുക, പണിപ്പുര ടാസ്കിലോട്ടാണ്. അപ്പോൾ എല്ലാവരും പോയി വന്ന് എല്ലാവരും ആ ബസ് എടുക്കണതിന് മുമ്പേ തിരിച്ച് എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഹൗസ് മേറ്റ്സ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് തന്നെ അവരെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് അതിനകത്ത് വെപ്പിച്ചു. നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പണിപ്പുര ടാസ്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബസറിൻ്റെ കറക്റ്റ് ടൈമിൽ ഹൗസ് മേറ്റ്സ് പുറത്തു വരും. പക്ഷെ അവർ ഒറ്റയ്ക്ക് നിന്ന് അത് അങ്ങനെ ആർക്കും കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് ഒരു ഒബ്ജക്ഷൻ ഇല്ലാണ്ട് അവർ ആ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇവർക്കുള്ള പണിയായത് കാരണം ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇവർ ബസർ അടിക്കുന്നതിന് ശേഷമാണ് അകത്ത് വന്ന് എന്നുള്ള ഒരു ഇതിൽ എന്താണെങ്കിലും ആ ഒരു പണി എന്താ പറയുക വരാതെ ഒരു ഇതിൽ എന്താ പറയുക, അത് നവീൻ എന്താ പറയുക നന്നായിട്ട് ആ നവീൻ്റെ ഒരു ക്യാപ്റ്റൻസി നവീൻ നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം മറ്റെല്ലാ ഹൗസ് മേറ്റ്സും അതൊരു ഒറ്റക്കെട്ടായിട്ട് അത് അക്സെപ്റ്റും ചെയ്തു. അപ്പോൾ അതിനെതിരെയായിട്ട് വൈൽഡ് കാർഡ് എൻട്രീസ് എല്ലാവരും, ജിഷിന് മാത്രമായിരുന്നു ഒരു പ്രശ്നം, ബാക്കി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു ബസർ അടിച്ചതിന് ശേഷം പുറത്തു വന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവസാനം ജിഷിനും ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് പറഞ്ഞത് കാരണം ആ ഒരു ഇതങ്ങ് നിർത്തി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീട്ടിനകത്ത് വൈൽഡ് കാർഡ്സ് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് ആയി തുടങ്ങും എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഓൾറെഡി അതിനകത്ത് 2 ഗ്രൂപ്പാണെങ്കിലും എന്താ പറയുക, വൈൽഡ് കാർഡ്സ് മാത്രമായിട്ട് ഇപ്പോൾ ഒരു ഇതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ വേറെ ഒരു ഇത് കണ്ടത് അനുമോളും അതേപോലെ ആതിര നൂറ, അവർ അനുമോളല്ല ശൈത്യം ആതിര നൂറിയും അനുമോളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കാരണം അനുമോൾ ഇപ്പോൾ ഇന്നലത്തെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അനശ്വരത്ത് അക്ബറോടൊക്കെ ശൈത്യ പറയുന്നുണ്ട് അനുമോൾ ഇതേപോലെ ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടായിരുന്നു ആര്യൻ്റെ അടുത്ത്. ആര്യനും പറയുന്നുണ്ട് ശരിയാണ് എനിക്കത് ഫീൽ ചെയ്തു. പക്ഷേ ഈ ജിസയിലും ഇവരൊരു ഫ്രണ്ട്ഷിപ്പ്
കാരണം അത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുമായിരിക്കാം മേ ബി ഇവരുടെ ഇതിൽ. കാരണം ശൈത്യ അനുമോളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ. അപ്പോൾ ശൈത്യ തന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ ആതിരയും നൂറിയും പറയുന്നുണ്ട് അനുമോളെ അത്രയ്ക്ക് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ ചില സമയത്ത് പറ്റില്ല. കാരണം ചില സമയത്ത് അനുമോളുടെ ഒരു ക്യാരക്ടർ, അവരുടെ ചില സമയത്തുള്ള ഒപ്പീനിയൻ എല്ലാം നമുക്ക് ഫുൾ ടൈം എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചില സമയത്ത് ഈ പറഞ്ഞ ഉത്തരം മുട്ടുക എന്ന് പറയുന്ന പോലെ ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ്. ഇന്നത്തെ ആളാവില്ല നാളെ, അങ്ങനെ ഇവരും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആതിരയും നൂറിയും അനുമോളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അത്ര നാൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല വിഷയത്തിലും ആതിരയും നൂറിക്കും അനുമോളിലായിട്ട് ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മൾ കണ്ടിരുന്നു. മിക്കവാറും അതും പെട്ടെന്ന് തന്നെ അടിച്ചു വിരിയാൻ ചാൻസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പം ലാലേട്ടൻ്റെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ പറയുന്ന ഈ ഡിസ്കഷൻസ് എല്ലാം ചിലപ്പോൾ എന്താ പറയുക അനുമോളെ കാണിക്കാനും മതി. അപ്പോൾ അതോടെ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും ഇതിനെല്ലാതും കൂടെ. പിന്നെ നമ്മൾ വേറെ കണ്ടത് ജയിൽ ടാസ്ക് ആണ്. ജയിൽ ടാസ്കിനകത്ത് അനുമോളും ജിസൈലും ആയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ജിസൈലിൻ്റെ ആ ഫോട്ടോ അനുമോള് കുറച്ച് എന്താ പറയുക യക്ഷീനെ പോലെ ആക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ജിസൈൽ അത് ആ ഒരു ഗെയിം സ്പിരിറ്റിൽ അത് എടുത്ത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമാക്കിയില്ല. പക്ഷെ നേരെ തിരിച്ച് ഇപ്പം അനുമോളിൻ്റെ ഫോട്ടോ ആണ്. ഇപ്പം അനുമോളിൻ്റെ ഒരു ഫോട്ടോ കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീനാക്കിയ ആളാണ്. അപ്പം അങ്ങനെ ഒരാളുടെ ഫോട്ടോയിൽ ഇതേപോലെ എന്തെങ്കിലും കുത്തി വരച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ ഇങ്ങനെ ആയിരിക്കില്ല, ഇത്രയും മെച്ചുവേർഡ് ആയിട്ടാവില്ല. ഒരു ദിവസം ആ ജയിലിനകത്ത് മൊത്തം ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതാണ് എന്താ പറയുക ആവശ്യമില്ലാത്ത സ്ഥലത്ത് കരയുക, അല്ലെങ്കിൽ വേറൊരു ബിഹേവിയർ, അങ്ങനെ ഒരു എന്താ പറയുക ഇതില്ലാത്ത പോലെയാണ് അനുമോളുടെ ചില ആ വീട്ടിനകത്തുള്ള ആ ഒരു എന്താ അനുമോളുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ജീവിതം അനുമോളുടെ. പിന്നെ അപ്പോൾ ഇതായിരുന്നു അവർ ജിസൈലിന് എല്ലാം പറയുന്നുണ്ട്. എന്താ പറയുക അനുമോളെ കുറിച്ചിട്ട് ഫുഡ് ചോദിക്കുമ്പോൾ നീ ഫുഡ് നേരെ കൊടുക്കുന്നില്ല, അതുകാരനാണ് നിന്നെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈലെല്ലാം പറയുന്നുണ്ട്. എന്താണെങ്കിലും ആ ജയിലിനകത്ത് എനിക്ക് തോന്നുന്നു അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ അവർ ഇന്നലെയും ആ ജയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ മെയിനായിട്ട് കണ്ടത്. പിന്നെ ഇവരുടെ ഇതുണ്ടായിരുന്നു, ഇപ്പോൾ എന്താ പറയുക ലൈഫ് സ്റ്റോറി ഉണ്ടായിരുന്നു, അനുമോളുടെ ആയിരുന്നു, പിന്നെ നൂറയുടെ ആയിരുന്നു, അതെല്ലാം നന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡേ 31 റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.